ഹലോ ഗൈസ്, വെൽക്കം ടു സൈറാസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇന്ന് ഉണക്ക് മീൻ കൂട്ടാൻ ഭയങ്കര താല്പര്യം തോന്നുന്നു. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് കരുതിയിട്ട് വന്നതാണ് കിച്ചണിലേക്ക്. അപ്പോൾ അത് ആപ്പൽ കണ്ടു. ഉണക്കപ്പലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഉണക്കപ്പൽ. ഒക്ടോപ്പസ് അല്ലേ, നീരാളി, അതാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ സവാള, ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4 സവാളയും ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത ശേഷം, ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 4 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി ആ വെളിച്ചെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് എന്താണ്, വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിയെന്ന് കരുതി ഒരു കുഴപ്പമില്ല. വെള്ളം കൂടിയാൽ അത്രക്കും നല്ലതാണ്. അപ്പോൾ അത് ഇങ്ങനെ വരട്ടിയെടുക്കാം. നമുക്ക് നന്നായിട്ട് മുളകൊക്കെ വെന്ത് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ നീരാളിയാണ്. അപ്പൽ ചെറുതായിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞ് അത് വെള്ളത്തിൽ ഇട്ട് കഴുകി ഞാൻ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടിത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതിന് വീണ്ടും ആവശ്യം വന്നോളം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളം ആവശ്യമാണ്. ഞാനിപ്പോൾ ഇവിടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളും നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. മുളക് നന്നായിട്ട് വെന്ത് കിട്ടണം. മുളകിനോടൊപ്പം തന്നെ നമുക്ക് അപ്പലും നന്നായിട്ട് വെന്ത് കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും. ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുത്താൽ അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോസിൽ പെട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി പാലാണ്. ഇനിയും കുറച്ച് പാലും ബാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് വന്ന ശേഷം തിളച്ച് തുടങ്ങി ഇത് വറ്റി തുടങ്ങുമ്പോൾ ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതിയാകും. പാൽ കൂടിയെന്ന് കരുതി ഒരു കുഴപ്പമില്ല, അത്രക്കും ടേസ്റ്റ് കൂടി വരും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇന്നുണ്ടാക്കി വെച്ച സാധനം നാളെ കഴിക്കുകയാണെങ്കിലും അതിനേക്കാളും ടേസ്റ്റായിരിക്കും. ഞങ്ങൾ എപ്പോഴും ഇത് കഴിക്കാറുള്ളത് കോക്കനട്ട് റൈസിൻ്റെ കൂടെയാണ്, തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് തിന്നാവുന്നതാണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അപ്പൽ മുളകിലിട്ടത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് വരട്ടി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റായിരിക്കും. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ഐറ്റംസാണ് നമ്മുടെ അപ്പൽ മുളകിലിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.